കേരള സർവകലാശാല രജിസ്ട്രാർ കേസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി വിസി സിസ തോമസിന്റെ വിയോജിപ്പ് മറികടന്ന യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലാത്ത തീരുമാനത്തിന് നിയമസാധുതയില്ലെന്ന് വിസി. തീരുമാനമെടുത്തത് സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ട ശേഷമെന്നും സിസ തോമസ്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച ആരോഗ്യമന്ത്രി. സർക്കാർ കുടുംബത്തോടൊപ്പമെന്ന് വീണ ജോർജ്. പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം. പോലീസ് ജീപ്പ് തടഞ്ഞ പ്രതിഷേധക്കാർ. ആറന്മുള വിമാനത്താവള പദ്ധതി ഭൂമിയിൽ ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിക്കായി വീണ്ടും IT വകുപ്പിന്റെ നീക്കം. പദ്ധതിയുടെ സാധ്യത തേടി ജില്ലാ കളക്ടർക്ക് IT സെക്രട്ടറിയുടെ കത്ത്. നീക്കം പദ്ധതി ഉപേക്ഷിക്കാൻ ചീഫ് സെക്രട്ടറി തല യോഗം തീരുമാനിച്ചതിന് പിന്നാലെ കത്തിന്റെയും ചീഫ് സെക്രട്ടറി തല യോഗത്തിന്റെയും മിനിറ്റ്സിന്റെയും പകർപ്പ് കേരള വിഷൻ ന്യൂസിന്. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവ കൂട്ടിൽ. കടുവ കുടുങ്ങിയത് സുൽത്താൻ എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിൽ. സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. ഉടൻ കാട്ടിൽ വിടില്ലെന്ന് വനം മന്ത്രി. മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35ന്റെ അറ്റകുറ്റപ്പണിക്കായി എഞ്ചിനീയർമാർ എത്തി. അറ്റകുറ്റപ്പണികൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് നടത്തിയേക്കും. സംഘത്തിൽ വിമാനം നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയിൽ നിന്നുള്ള എഞ്ചിനീയർമാരും. ഇന്ത്യയുടെ സഹകരണത്തിന് നന്ദി അറിയിച്ച ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരം. ടൂറിസം വകുപ്പ് കൊണ്ടുവന്ന സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിന്റെ പട്ടികയിൽ ജ്യോതിയും എത്തിയത് ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷനായി. വിവരാവകാശ രേഖ പുറത്ത് ക്ഷണിച്ചത് നല്ല ഉദ്ദേശത്തോടെയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്തെ നിപ ജാഗ്രത തുടരുന്നു. പാലക്കാട് പനി ബാധിച്ച് ചികിത്സയിലുള്ള 10 വയസ്സുകാരിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര സംഘം കേരളത്തിലേക്ക്. നിപ ബാധിച്ച പാലക്കാട് സ്വദേശിയായ യുവതിയുടെ നില ഗുരുതരമായി തുടരുന്നു. 3 ജില്ലകളിലായി 425 പേർ സമ്പർക്ക പട്ടികയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. പഹൽഗാം ഭീകരാക്രമണവും ഉച്ചകോടിയിലെ പ്രഖ്യാപനത്തിൽ പരാമർശിക്കണമെന്ന് ഇന്ത്യ. ഉച്ചകോടി ഇന്ത്യൻ സമയം 7 മണിക്ക്.